നാട്ടിലെ ചില വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു പേടിയാണ്. കാരണം ഒരു നമ്മുടെ തലമുറ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള വല്ലാത്തൊരു ഭീകരാവസ്ഥയുണ്ട്. അത് പലപ്പോഴും നമ്മൾ ഡ്രഗ്സിനെയാണ് നമ്മൾ കുറ്റം പറയാറ്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഈ ഡ്രഗ്സിനേക്കാളൊക്കെ വളരെ അഡിക്ഷനുള്ളൊരു വേറെ സംഭവമുണ്ട്. സോഷ്യൽ മീഡിയ അഡിക്ഷൻ എന്ന് പറയുന്നത്. അത് ഈയിടെ വളരെ ഒരു വല്ലാത്തൊരു പ്രശ്നത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഈ കഴിഞ്ഞ വർഷമാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ഒരു വാക്ക് പുതുതായിട്ട് വരുന്നത്. ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന വാക്ക്. എന്താണ് ഈ ബ്രെയിൻ റോട്ട്? അതായത് ഒരു തലച്ചോറൊരു പുക പിടിച്ച അവസ്ഥ എന്ന് പറയാം. കാരണം നമ്മൾ എന്താ പറയുക, നമ്മുടെ വികാര വിചാരങ്ങൾക്കൊക്കെ ഒരു 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 തലച്ചോറിൽ എപ്പോഴും ഒരു സമയപരിധിയുണ്ട്. അതായത് നമ്മളൊരു സന്തോഷം തോന്നുന്നു, അപ്പോൾ കുറച്ച് കാലം നമുക്കിങ്ങനെ സന്തോഷം ഉണ്ടാവും, അല്ലെങ്കിൽ സങ്കടം ഉണ്ടാകുമ്പോൾ ഒരു കുറച്ച് ടൈം സങ്കടം ഉണ്ടാവും. പിന്നീട് അത് ഗ്രാജ്വലി തലച്ചോറ് തന്നെ പ്രോസസ്സ് ചെയ്തിട്ടാണ് അത് മറ്റു പലതരം വികാര വിചാരങ്ങളിലേക്ക് മറിയുന്നത്. പക്ഷേ ഇപ്പോഴുള്ളൊരവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യാണ്. അപ്പോൾ സന്തോഷമുള്ളൊരു വീഡിയോ കാണുന്നു, പിന്നെ കാണുന്നത് സങ്കടമുള്ളൊരു വീഡിയോ, അടുത്തത് വയലൻസ്. അങ്ങനെ ഇങ്ങനെ നിരന്തരം, അതായത് സെക്കൻഡുകൾ കൊണ്ട് നമ്മൾ വിവിധ വികാര വിചാരങ്ങളുള്ള വീഡിയോകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിന് മനസ്സിലാവുന്നില്ല ഇയാളിപ്പോൾ ഏത് അവസ്ഥയിലാണ്. കാരണം നമ്മൾ നോർമലി ഇതിനൊക്കെ ഒരു സമയം കൊടുക്കാറുണ്ട് തലച്ചോറിന്, പക്ഷെ ഇപ്പോൾ തീരെ സമയം കൊടുക്കുന്നില്ല. അപ്പോൾ തലച്ചോറ് ഇതിങ്ങനെ എന്താ പറയുക, ഈ വികാര വിചാരങ്ങൾ ഉണ്ടാകുന്നത് വ്യത്യസ്തമായ കെമിക്കൽ പ്രോസസ്സിലൂടെയാണ്. ഈ ഡോപ്പമിൻ, സെറോട്ടിൻ എന്നൊക്കെ പറയുന്ന കുറച്ച് കെമിക്കലുകൾ ഇങ്ങനെ പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ വ്യത്യസ്തമായ ഫീലിങ്സ് ഉണ്ടാകുന്നത്. പക്ഷേ ഇതിങ്ങനെ സെക്കൻഡുകൾ കൊണ്ട് പ്രോസസ്സ് ചെയ്യുമ്പോൾ തലച്ചോറിൽ ഇത് നിരന്തരം കെമിക്കലുകൾ ഇങ്ങനെ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ കുറേ കഴിയുമ്പോൾ തലച്ചോറിന് ഒരു ആകെ കൂടി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ വരുമ്പോൾ ഒരു പുക പിടിച്ച അവസ്ഥ വരും. അതാണ് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു വാക്കാണ് ഇപ്പോൾ ഈയിടെ വന്നത്, ഡൂം സ്ക്രോളിംഗ് എന്ന് പറയും. ഡൂം സ്ക്രോളിംഗ് എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മൾ നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ മാത്രം കാണാൻ ശ്രമിക്കുക, അതിൽ അഡിക്റ്റ് ആവുക. ഇപ്പോൾ ഒരു നെഗറ്റീവ് ന്യൂസ് കണ്ടു, അല്ലെങ്കിൽ ഒരു വളരെ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു ലൈഫ്, എന്തെങ്കിലും ഒരു വാർത്ത, അത് നമ്മൾ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് അടുത്തത് കാണുക. അങ്ങനെ ആ ഒരു ഏരിയയിൽ മാത്രം നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്യുന്നതാണ് ഡൂം സ്ക്രോളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ മറ്റൊരു സംഭവമാണ് ഡിജിറ്റൽ ഡിമെൻഷ്യ. എന്താണ് ഈ ഡിജിറ്റൽ ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ? മെമ്മറി ലോസ് തന്നെയാണ്. അതായത് ഡിജിറ്റൽ ഡിവൈസുകൾക്ക് അഡിക്റ്റായി, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയക്ക് അഡിക്റ്റായിട്ട് നമ്മുടെ ശ്രദ്ധയൊക്കെ പോവുകയാണ്. നമ്മുടെ കോൺസെൻട്രേഷനൊക്കെ പോയിട്ട് പലതിലും ശ്രദ്ധിക്കാതെ നമ്മൾ പലതും മറന്നു പോവുക. പല കാര്യങ്ങൾ എന്താ ചെയ്ത്, എവിടെ വെച്ചത്, അല്ലെങ്കിൽ എന്തായിരുന്നു അടുത്ത ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഷോർട്ട് ടേം മെമ്മറി ലോസ് പോലെ ഉണ്ടാവുകയാണ്. അതാണ് ഡിജിറ്റൽ ഡിമെൻഷ്യ എന്ന് പറയുന്നത്. പിന്നെ ഫാൻറ്റം വൈബ്രേഷൻ മറ്റൊരു വാക്കാണ്. ഇതൊക്കെ പുതിയ കാലഘട്ടത്തിൻ്റെ വാക്കുകളാണ് ഞാൻ പരിചയപ്പെടുന്നത്. അത് ഫാൻറ്റം വൈബ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പോക്കറ്റിൽ മൊബൈൽ ഫോൺ വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് തോന്നുക. വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ നമുക്കൊരു ഫീൽ, മെസ്സേജ് വന്നു, വൈബ്രേറ്റ് ചെയ്തോ, അങ്ങനെ നമുക്കൊരു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോൺ തപ്പിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഫാൻറ്റം വൈബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ വാക്കുകളാണ് ഈ പുതിയ കാലഘട്ടത്തിൽ വന്നിരിക്കുന്നത്. ഈ വാക്കുകൾക്കപ്പുറത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ ഇതൊക്കെ മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ്. മനുഷ്യന് ഇത്തരം ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വ്യത്യസ്ത വികാര വിചാരങ്ങളിലൂടെ എപ്പോഴും നിരന്തരം കടന്നുപോയി ഈ ബ്രെയിൻ റോട്ട് അവസ്ഥയിലൊക്കെ എത്തിയൊരു മനുഷ്യൻ സമൂഹത്തിൽ എങ്ങനെ പെരുമാറും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അയാൾ ചിലപ്പോൾ വയലൻ്റ് ആകാം, അയാൾ ചിലപ്പം ഡിപ്രസ്ഡ് ആകാം, ഏത് തരത്തിലും അയാൾ പെരുമാറിയേക്കാം അത്തരം മനുഷ്യർ, അല്ലെങ്കിൽ അത്തരം മനുഷ്യർ എന്ന് പറയുന്നത് നമ്മൾ ഉൾപ്പെടെയുള്ള മനുഷ്യർ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു എന്താ പറയുക, ഡിജിറ്റൽ അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറച്ച് സമയമെങ്കിലും നമ്മൾ മാറി നിൽക്കാനുള്ള സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം യൂറോപ്പിൽ ഞാൻ കേട്ടതാണ്, ഒരു ബോക്സ് കണ്ടുപിടിച്ചിട്ടുണ്ട് അവർ. അതായത് ഒരു പ്രത്യേക നമ്പർ ലോക്കുള്ള ഒരു ബോക്സാണ്. അപ്പോൾ നമ്മുടെ ഫോൺ ആ ബോക്സിൽ ഇട്ട് വെക്കുക. 1 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂർ അതിൽ ടൈമർ സെറ്റ് ചെയ്യാം. അപ്പോൾ പിന്നീട് അതിൻ്റെ ഇടയിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല, പിന്നെ തല്ലി പൊട്ടിക്കേണ്ടി വരും. ആ ടൈം എത്രയാണോ സെറ്റ് ചെയ്ത് ആ ടൈം കഴിഞ്ഞിട്ടേ നമുക്ക് ആ ബോക്സ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ.
ഇതൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ഫോണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കുറേയും കൂടി ഇതിൽ നിന്ന് ഒരു ടൈം കണ്ടെത്തുക, ഇതിനൊക്കെ ഒരു സമയം കണ്ടെത്തി കുറച്ച് സമയം നമ്മൾ മറ്റു പലതിനേക്കും വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ ക്രമീകരിച്ചില്ലെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് മനുഷ്യർ പോകും. അത് ഏതവസ്ഥയാണെന്ന് പഠിച്ചു വരുന്നേ ഉള്ളൂ. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കാം നമ്മൾ ഈ കാണുന്ന പല ക്രൈമുകളും. അപ്പോൾ അതൊക്കെ ഡ്രഗ്സ് പോലെ തന്നെ ഭീകരമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഈയിടെ പല സുഹൃത്തുക്കളും അവർ പറയുന്ന ഷെയർ ചെയ്യുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന പലരും ഡിപ്രസ്ഡാണ്. ഒരു പക്ഷെ അത് ഇതൊക്കെ ആയിരിക്കാം കാരണം. സോ ബി കെയർഫുൾ.